2020 ഡൽഹി കലാപത്തിനിടെ IB ഉദ്യോഗസ്ഥൻ അങ്കിത് ശർമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ ആം ആദ്മി പാർട്ടിയുടെ മുൻ കൗൺസിലർ താഹിർ ഹുസൈൻ കുറ്റക്കാരനെന്ന് കോടതി പറയുകയുണ്ടായി. ഡൽഹി കർക്കത്തൂമ അഡീഷണൽ സെഷൻസ് കോടതിയാണ് താഹിർ ഹുസൈൻ അടക്കമുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് വിധി പ്രസ്താവിച്ചത്. കൊലപാതകം, കലാപം സൃഷ്ടിക്കൽ, മതവിദ്വേഷം വളർത്തൽ, തട്ടിക്കൊണ്ടുപോകൽ എന്നീ ഗുരുതരമായ വകുപ്പുകൾ പ്രകാരമാണ് കുറ്റം തെളിഞ്ഞിരിക്കുന്നത്. ഡൽഹിയെ പിടിച്ചുലച്ച കലാപമായിരുന്നു അത്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇവിടെ സന്ദർശനം നടത്തുന്ന ഘട്ടത്തിലായിരുന്നു ആ സംഭവം നടന്നത്. അതിലാണ് ഇപ്പോൾ ഈ ഉത്തരവ് വന്നിട്ടുള്ളത്. അയാൾക്കുള്ള ശിക്ഷ എന്താണ് എന്ന് വൈകാതെ അറിയുകയും ചെയ്യാം. ഈ ആം ആദ്മി പാർട്ടിയൊക്കെ ഈ രാജ്യത്ത് എന്തൊക്കെ ചെയ്തു കൂട്ടി എന്നുള്ളത് കണക്കിലെടുക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാനാവാത്ത കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. ആദ്യത്തെ വാർത്ത അത് തന്നെയാണ്. ആ വാർത്തയിലേക്ക്. രാജ്യതലസ്ഥാനത്തെ പിടിച്ചുലച്ച 2020 ഫെബ്രുവരിയിലെ വടക്ക് കിഴക്കൻ ഡൽഹി കലാപത്തിലെ ഏറ്റവും ക്രൂരമായ അധ്യായത്തിനാണ് കോടതി ഇപ്പോൾ തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നത്. ഇന്റലിജൻസ് ബ്യൂറോയിലെ ഉദ്യോഗസ്ഥനായിരുന്ന അങ്കിത് ശർമ്മയെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ മുഖ്യ സൂത്രധാരനായ ആം ആദ്മി പാർട്ടി മുൻ കോർപ്പറേഷൻ കൗൺസിലർ താഹിർ ഹുസൈൻ കുറ്റക്കാരനാണെന്ന് ഡൽഹി കർക്കത്തൂമ കോടതി പ്രഖ്യാപിച്ചു. അഡീഷണൽ സെഷൻസ് ജഡ്ജി പ്രവീൺ സിംഗാണ് വിധി പുറപ്പെടുവിച്ചത്. അങ്കിത് ശർമ്മയെ അക്രമികൾ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി കൊലപ്പെടുത്തിയ ശേഷം ചന്ദ് ബാഗിലെ ഒരു ഓടയിൽ തള്ളുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അങ്കിത് ശർമ്മയുടെ ശരീരത്തിൽ മാരകായുധങ്ങൾ കൊണ്ടുള്ള 51 മുറിവുകളാണ് കണ്ടെത്തിയിരുന്നത്. അക്രമികളെ ഇളക്കിവിട്ടതും കലാപത്തിന് നേതൃത്വം നൽകിയതും താഹിർ ഹുസൈന്റെ വീടും ഓഫീസും കേന്ദ്രീകരിച്ചാണെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. കൊലപാതകം, കലാപമുണ്ടാക്കൽ, നിയമവിരുദ്ധമായ ഒത്തുചേരൽ, മതവിദ്വേഷം വളർത്തൽ, തട്ടിക്കൊണ്ടുപോകൽ എന്നീ കുറ്റങ്ങളാണ് താഹിർ ഹുസൈനെതിരെ തെളിഞ്ഞിരിക്കുന്നത്. താഹിറിനൊപ്പം കേസിൽ പ്രതികളായ നസീം, കാസിം, ജാവേദ്, അനസ് ഉൾപ്പെടെയുള്ള മറ്റു പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. കലാപത്തിൽ ഹിന്ദുക്കളെ ലക്ഷ്യമിട്ട് അക്രമം നടത്താൻ താഹിർ ഹുസൈൻ ജനക്കൂട്ടത്തെ പ്രേരിപ്പിച്ചതായി കോടതി സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ നിരീക്ഷിച്ചു. അങ്കിത് ശർമ്മയുടെ പിതാവ് രവീന്ദ്ര കുമാർ ദയാൽപൂർ പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. വർഷങ്ങൾ നീണ്ട വിചാരണയ്ക്കൊടുവിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. കുറ്റക്കാർക്കുള്ള ശിക്ഷ കോടതി പിന്നീട് പ്രഖ്യാപിക്കും. ജനം, ഡൽഹി.